പൃഥ്വിരാജ് നായകനായ ആടുജീവിതം വമ്പൻ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ആടുജീവിതം മലയാളത്തിൽ എക്കാലത്തെയും ഹിറ്റ് ചിത്രമാകാൻ കുതിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. മോഹൻലാൽ നായകനായ ലൂസിഫറിന്റെ ലൈഫ് ടൈം കളക്ഷൻ ആടുജീവിതം മറികടന്നിരിക്കുകയാണ്. കളക്ഷനിൽ ഒന്നാമതായ മഞ്ഞുമൽ ബോയ്സ് സിനിമയെ ആടുജീവിതം മറികടക്കുമോ എന്നാണ് ഇനിയത്തെ ആകാംക്ഷ. ആഗോള ബോക്സ് ഓഫീസിൽ 130 കോടിയിൽ അധികം നേടിയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്നാണ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത്. ലൂസിഫർ ആഗോളതലത്തിൽ ആകെ 128 കോടി രൂപയായിരുന്നു നേടിയിരുന്നത് എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലായത്. സംവിധായകനായി പൃഥ്വിരാജ് അരങ്ങേറ്റം കുറിച്ച ചിത്രമാണ് മോഹൻലാലിന്റെ ലൂസിഫർ എന്ന പ്രത്യേകതയുമുണ്ട്. സംവിധായകനും നായകനും ആഗോളതലത്തിൽ 100 കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും പൃഥ്വിരാജിനാണ്. മോഹൻലാൽ നായകനായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗവും ഒരുങ്ങുന്നുണ്ട് എന്നതിനാൽ പ്രേക്ഷകർ ആവേശത്തിലുമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന നായക കഥാപാത്രമായി മോഹൻലാൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ലൂസിഫർ സിനിമയുടേതായി എമ്പുരാൻ എന്ന പേരിലാണ് രണ്ടാം ഭാഗം ഒരുങ്ങുന്നത്. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യം എന്ന റിപ്പോർട്ടുകളുണ്ട്. ഖുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും മോഹൻലാൽ നായകനെത്തുന്ന എമ്പുരാൻ സിനിമയുടേത് എന്നാണ് അപ്ഡേറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിൽ ഉണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത്, ജതിൻ രാംദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ അടക്കമാണ് ചിത്രീകരിക്കുന്നത്. ലൂസിഫറിലെ സായിദ് മസൂദിന് രണ്ടാം ഭാഗത്തിൽ കുറച്ചുകൂടി പ്രാധാന്യവും ഉണ്ടാകും. ചിത്രത്തിന്റെ ചെന്നൈ ഷെഡ്യൂളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസ്തേവാണ്. സുജിത് വാസ്തേവ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തുവിടുകയും ചെയ്തു. മലയാളത്തിന് പുറത്തുള്ള വമ്പൻ താരങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഉണ്ട്.